സമകാലികം. രാജ്യത്തെ 16ാമത് സെൻസസ് അഥവാ കാനേഷുമാരി തുടങ്ങുകയാണ്. പൂർണ്ണമായും ഡിജിറ്റൽ രീതിയിലാണ് പുതിയ സ്ഥിതിവിവര കണക്കെടുപ്പ്. 2021 നടക്കേണ്ടിയിരുന്ന സെൻസസ് കോവിഡ് മൂലം മാറ്റിവെച്ചതായിരുന്നു. വിശദാംശങ്ങളിലേക്ക്. എൻ്റെ പേര് ഡോക്ടർ ടി.എൽ. ശ്രീകുമാർ. ഞാൻ എറണാകുളം ജില്ലയിലെ ഡെപ്യൂട്ടി ജില്ലാ പ്ലാനിംഗ് ഓഫീസറാണ്. അതോടൊപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്ന സെൻസസ് 2027 എറണാകുളം ജില്ലയിലെ 4 മാസ്റ്റർ ട്രെയിനർമാരിൽ ഒരാൾ കൂടിയാണ്. ആദ്യഘട്ട മാസ്റ്റർ ട്രെയിനർമാർക്കുള്ള പരിശീലനം തിരുവനന്തപുരത്ത് വച്ച് 27-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ഉള്ള ദിവസങ്ങളിൽ പൂർത്തിയായി. അത് നടത്തിയത് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസിന്റെ നാഷണൽ ട്രെയിനർമാരാണ്. ഈ തവണത്തെ സെൻസസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പൂർണ്ണമായും ഡിജിറ്റൽ സെൻസസ് ആണ് എന്നുള്ളതാണ്. നമുക്കറിയാം 2011 ശേഷം ഏതാണ്ട് 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ അടുത്ത സെൻസസ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൊതുജനങ്ങളുടെ പൂർണ്ണമായ ഒരു പിന്തുണ ഈ സെൻസസിന്റെ വിജയത്തിന് വേണ്ടി ആവശ്യമാണ്. നമുക്ക് 2 രീതിയിൽ ഇതിന്റെ ഡാറ്റ കളക്ഷൻ ആണ് ആദ്യഘട്ടത്തിൽ നടക്കുക. ജൂലൈ 1 മുതൽ 30 വരെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഭവന പട്ടിക, അതായത് ഹൗസ് ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. യഥാർത്ഥത്തിലുള്ള പോപ്പുലേഷൻ എന്യൂമറേഷൻ എന്ന് പറയുന്നത് 2027 ഫെബ്രുവരി മാസത്തിലായിരിക്കും നടക്കുക. ഇപ്പോൾ നടക്കാൻ പോകുന്നത് ജൂലൈ മാസത്തിൽ നടക്കുന്ന ഹൗസ് ലിസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അത് നടത്തുന്നത് ജില്ലാതലത്തിൽ സെലക്ട് ചെയ്യുന്ന എന്യൂമറേറ്റർമാർ മുഖേനയായിരിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ജൂൺ 16 മുതൽ 30 വരെയുള്ള 15 ദിവസങ്ങളിൽ സെൽഫ് എന്യൂമറേഷൻ, അതായത് സ്വന്തമായി തന്നെ നമുക്കൊരു വെബ് പോർട്ടൽ വഴി ഈ സെൻസസിന്റെ വിവരങ്ങൾ നമുക്ക് സ്വയം രേഖപ്പെടുത്താനുള്ള ഒരു സംവിധാനം കൂടി ഈ തവണ നൽകുന്നുണ്ട്. അപ്പോൾ സ്വയമായിട്ടും നമുക്ക് വിവരങ്ങൾ നൽകാം. അതോടൊപ്പം ജൂലൈയിൽ നടക്കുന്ന ഹൗസ് ലിസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയും നമുക്ക് വിവരങ്ങൾ ശേഖരിക്കപ്പെടും. ഈ 2 രീതിയിലും നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇവിടെ സംസ്ഥാനത്തിന്റെ സെൻസസ് നോഡൽ വകുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ പൊതുഭരണ വകുപ്പാണ്. സംസ്ഥാനത്തൊരു സെൻസസ് ഡയറക്ടറേറ്റ് ഉണ്ട്. അവിടെയാണ് അതിന്റെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. അതോടൊപ്പം ജില്ലകളിൽ ജില്ലാ കളക്ടർമാരാണ് പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാർ. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർമാരെ സഹായിക്കാൻ അതാത് ചാർജ് തലത്തിലുള്ള സെൻസസ് ഉദ്യോഗസ്ഥരെയും ജില്ലകളിൽ നിയമിച്ചിട്ടുണ്ട്. ഇവരെല്ലാം ചേർന്നാണ് ഈ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതും അത് ഏകോപിപ്പിക്കുന്നതും ഫീൽഡ് തലത്തിൽ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നത്. സെൻസസ് 2027 നേരത്തെ പറഞ്ഞ പോലെ പൂർണ്ണമായും ഡിജിറ്റൽ രീതിയിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മുൻപ് ചെയ്തിരുന്ന പോലെ പേപ്പർ ഷെഡ്യൂളുകളുടെ ഉപയോഗം തവണ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട എന്യൂമറേറ്റർമാർ അവരുടെ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ച് ഒരു മൊബൈൽ ആപ്പിലൂടെ, അതിന് പറയുന്ന പേര് HLO ആപ്പ് എന്നാണ്, ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻ ആപ്പ്, അതാണ് അതിന്റെ പേര്. ആ ആപ്പിലൂടെ നേരിട്ട് വിവരശേഖരണം നടത്തി അപ്പോൾ തന്നെ അത് കേന്ദ്ര സർക്കാരിന്റെ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ ആദ്യഘട്ട പ്രവർത്തനങ്ങളിൽ നമുക്ക് 33 ചോദ്യങ്ങൾക്കാണ് ഒരു വിവരദാതാവ് ഉത്തരം നൽകേണ്ടത്. അതായത് ഒരു വീട്ടിൽ നമ്മൾ ചെന്നാൽ ആ വീടിന്റെ പ്രധാനപ്പെട്ട അതിന്റെ വീട്ടു നമ്പർ, അതോടൊപ്പം നമ്മളൊരു സെൻസസ് ഹൗസ് നമ്പർ എന്ന് പറഞ്ഞ നമ്പർ അതിന് കൊടുക്കും. അതോടൊപ്പം ആ വീടിന്റെ നിലം നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള പ്രധാന വസ്തുക്കൾ, വീടിന്റെ ഭിത്തിയുടെ അതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച വസ്തുക്കൾ, മേൽക്കൂരയുടെ തരം, വീട് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അത് താമസത്തിനാണോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഷോപ്പ് പോലെയുള്ള ഉപയോഗങ്ങൾക്കാണോ, കുടുംബത്തിൽ എത്ര പേരാണ് സ്ഥിരമായിട്ട് താമസിക്കുന്നത്, അതുപോലെ കുടുംബത്തിന്റെ കുടിവെള്ള സ്രോതസ്, ശുചിത്വ സൗകര്യങ്ങൾ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട 33 ചോദ്യങ്ങൾ അടങ്ങുന്ന ആ ഒരു ആദ്യഘട്ട സർവേ ആണ് ഈ ആപ്പ് വഴി അതിന്റെ ഉത്തരങ്ങൾ ശേഖരിക്കപ്പെടുകയും അത് അനാലിസിസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. ഈ ചോദ്യങ്ങളുമായി ജൂലൈ 1 മുതൽ എന്യൂമറേറ്റർമാർ നമ്മുടെ വീടുകളിലേക്ക് എത്തും. അതേസമയം തന്നെ നമുക്ക് ഇത് സ്വന്തമായി തന്നെ സെൽഫ് എന്യൂമറേഷൻ എന്നുള്ള രീതിയിൽ ജൂൺ 16 മുതൽ ജൂൺ 30 വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് സ്വയമേവ ചെയ്യുന്നതിനും സൗകര്യമുണ്ടാവും. അങ്ങനെ സ്വയമേവ ചെയ്യുന്ന സെൽഫ് എന്യൂമറേഷനിൽ നമ്മൾ ഈ ഉത്തരങ്ങൾ നൽകി പൂർത്തിയായി കഴിയുമ്പോൾ നമുക്കൊരു സെൽഫ് എന്യൂമറേഷൻ ID എന്ന് പറയുന്ന ഒരു നമ്പർ ലഭിക്കും. ആ നമ്പർ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുകയും ജൂലൈ മാസത്തിൽ നമ്മളുടെ വീട്ടിൽ എന്യൂമറേറ്റർമാർ വരുമ്പോൾ ഈ സെൽഫ് എന്യൂമറേഷൻ ID അവർക്ക് കൈമാറുകയും ചെയ്യണം. ആ സെൽഫ് എന്യൂമറേഷൻ ID അതാത് എന്യൂമറേറ്റർ അവരുടെ മൊബൈൽ ആപ്പ് വഴി വെരിഫൈ ചെയ്യുകയും കൊടുത്ത വിവരങ്ങൾ കൃത്യമാണെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഇതിന്റെ പൊതുവായിട്ടുള്ള പ്രവർത്തന രീതി എന്ന് പറയുന്നത്. മാസ്റ്റർ ട്രെയിനർ എന്നുള്ള നിലയിൽ ഞങ്ങൾ ചെയ്യേണ്ടത്, നിലവിൽ ഞങ്ങളുടെ പ്രവർത്തന രീതി എങ്ങനെയായിരിക്കണം, എന്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മുതലായ വിവരങ്ങളെല്ലാം ട്രെയിനിങ്ങിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ജില്ലകളിലെ മാസ്റ്റർ ട്രെയിനർമാർ ഇനി ജില്ലാതലത്തിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഫീൽഡ് ട്രെയിനർ
ട്രെയിനർമാരെ പരിശീലിപ്പിക്കുകയും ഈ ഫീൽഡ് ട്രെയിനർമാർ മുഖേന അതായത് എന്യൂമറേറ്റർമാരെയും ഈ എന്യൂമറേറ്റർമാരെ സൂപ്പർവൈസ് ചെയ്യാൻ നിയോഗിക്കപ്പെടുന്ന സൂപ്പർവൈസർമാരെയും ട്രെയിൻ ചെയ്യുകയും അതിനുശേഷം ഈ ട്രെയിനിങ് പൂർത്തിയാകുന്നതോടുകൂടി ഫീൽഡ് തലത്തിൽ എന്യൂമറേറ്റർമാർ ഈ ഡാറ്റ കളക്ഷന് വേണ്ടി പുറപ്പെടുകയും ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഫീൽഡ് തലത്തിൽ എന്യൂമറേറ്റർമാരാണ് ഈ ഡാറ്റ കളക്ഷൻ പ്രോസസ്സ് നടത്തുന്നത്. ഈ എന്യൂമറേറ്റർമാരെ സൂപ്പർവൈസ് ചെയ്യുന്നതിന് സൂപ്പർവൈസർമാർ എന്ന് പറയുന്ന കുറച്ചു പേരെ കൂടി നമ്മൾ നിയോഗിക്കുന്നുണ്ട്. ഈ രീതിയിലാണ് താഴെ തട്ടിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സെൻസസ് 2027 ആദ്യഘട്ട ഭവന പട്ടിക തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ പരിധിയിലുള്ള കെട്ടിടങ്ങളുടെ ഒരു കണക്കെടുപ്പാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെയും മറ്റും ഒരു കണക്കെടുപ്പാണ്. അതിന്റെ ഭാഗമായി വ്യക്തി വിവരങ്ങളോ മറ്റെന്തെങ്കിലും വിവരങ്ങളോ ഒന്നും തന്നെ ഇതിന്റെ ഭാഗമായി ശേഖരിക്കപ്പെടുന്നില്ല എന്നതുകൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആധാർ നമ്പറോ വോട്ടർ ID കാർഡിന്റെ നമ്പറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ നൽകേണ്ടതില്ല. നമ്മുടെ വീട് എന്ന് പറയുന്ന ആ കെട്ടിടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഈ ആദ്യഘട്ടത്തിൽ നമ്മൾ ശേഖരിക്കുന്നത്. സെൻസസിന്റെ പരിശീലനങ്ങളുടെ എല്ലാം ഭാഗമായി താഴെത്തട്ടിൽ സെൻസസ് പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ നമ്മൾ നേരിടുന്ന 2 പ്രധാന വെല്ലുവിളികളുണ്ട്. ഒന്ന്, ഫീൽഡ് തലത്തിൽ നമ്മൾ സമീപിക്കുമ്പോൾ ഗൃഹനാഥൻ കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. കാരണം ഈ സെൻസസ് എന്ന് പറയുന്നത് ഒരു വിവരശേഖരണ പ്രക്രിയ മാത്രമല്ല, ഈ രാജ്യം മുഴുവൻ നടക്കുന്ന ഈ വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വിവിധ ജനവിഭാഗങ്ങൾക്കുള്ള പദ്ധതികളും മറ്റ് പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പ്ലാൻ ചെയ്യപ്പെടുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം ഈ ഒരു മാസക്കാലം, അതായത് ജൂലൈ 1 മുതൽ 30 വരെയുള്ള ഒരു മാസക്കാലം എന്യൂമറേറ്റർമാർ വീടുകളിൽ എത്തുമ്പോൾ വിവരം നൽകാൻ, നമ്മൾ വീട്ടിൽ പരമാവധി നമുക്ക് വിവരം നൽകാനുള്ള ഒരു സന്നദ്ധത കൂടി എല്ലാവരും കാണിക്കേണ്ടതാണ്. എന്തെങ്കിലും കാരണവശാൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ ഈ സമയത്തുണ്ടെങ്കിൽ സെൽഫ് എന്യൂമറേഷൻ വഴിയാണെങ്കിലും നമുക്ക് വിവരങ്ങൾ നൽകാനുള്ള ഒരു സന്നദ്ധത എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇന്ത്യയിൽ സെൻസസ് 2027 നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് എന്ന പ്രത്യേകതയുള്ള ഈ പ്രക്രിയ 2 ഘട്ടങ്ങളായാണ് നടക്കുന്നത്. എറണാകുളം കലക്ട്രേറ്റിലെ മജിസ്റ്റീരിയൽ സെക്ഷൻ ജൂനിയർ സൂപ്രണ്ട് MG നിഷ. ആദ്യത്തേത് ഹൗസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൗസിംഗ് സെൻസസ്. കേരളത്തിൽ ഇത് ജൂലൈ 1 മുതൽ 30 വരെയുള്ള തീയതികളിലാണ് നടക്കുന്നത്, ഒരു മാസം. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്ന പോപ്പുലേഷൻ എന്യൂമറേഷൻ ആണ്. അത് 2027 ഫെബ്രുവരിയിലാണ് നടത്തുവാൻ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ സെൽഫ് എന്യൂമറേഷൻ എന്ന ഒരു സംവിധാനം കൂടി ഇത്തവണത്തെ സെൻസസിന്റെ പ്രത്യേകതയാണ്. ഇത് ജൂൺ 16 മുതൽ 30 വരെയുള്ള 15 ദിവസങ്ങളിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതായത് സെൻസസ് പോർട്ടലിലൂടെ ഓരോരുത്തർക്കും ഓൺലൈനായി ഡേറ്റ നൽകി ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. sc.census.gov.in എന്ന പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്ത് അതിൽ കാണുന്ന വിവരങ്ങൾ എൻ്റർ ചെയ്ത് ഓരോരുത്തർക്കും സെൽഫ് എന്യൂമറേഷൻ ചെയ്യാവുന്നതാണ്. ഇത് ചെയ്തു കഴിയുമ്പോൾ ഒരു സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. പിന്നീട് ജൂലൈ മാസത്തിൽ എന്യൂമറേറ്റർമാർ നമ്മുടെ വീടുകളിൽ വരുമ്പോൾ ഈ ID അവർക്ക് കൈമാറുക. തുടർന്ന് ഈ പ്രക്രിയ അവർ പൂർത്തിയാക്കിക്കോളും. അങ്ങനെ ഓരോരുത്തർക്കും ഈ സെൻസസ് എന്ന് പറയുന്ന വലിയ ഒരു പ്രക്രിയയിൽ നേരിട്ട് പങ്കെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് നമ്മുടെ വിവരങ്ങൾ നേരിട്ട് നൽകുവാനും പറ്റും. അതുവഴി എന്യൂമറേറ്റേഴ്സിന് അവരുടെ ജോലി കുറച്ചുകൂടി ലഘൂകരിക്കാനും പറ്റും. പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാരായ ജില്ലാ കളക്ടർമാർക്കുള്ള പരിശീലന പരിപാടിയിലൂടെ ഏപ്രിൽ 18 കേരളത്തിൽ സെൻസസ് പരിശീലന പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് ജില്ലയിലെ സെൻസസ് ഓഫീസർമാർക്കും ചാർജ് ഓഫീസർമാർക്കുമുള്ള പരിശീലനങ്ങൾ ജില്ലാ തലങ്ങളിൽ നടത്തി. തുടർന്ന് മാസ്റ്റർ ട്രെയിനർമാർക്കുള്ള പരിശീലനങ്ങൾ തിരുവനന്തപുരത്ത് വെച്ച് നടന്നു വരുന്നു. ഇനി ഫീൽഡ് ട്രെയിനർമാർക്കുള്ള പരിശീലനം ജില്ലാ തലത്തിലും അതേ തുടർന്ന് എന്യൂമറേറ്റർമാർക്കും സൂപ്പർവൈസേഴ്സിനുമുള്ള പരിശീലന പരിപാടികൾ ചാർജ് തലങ്ങളിലും നടത്തുന്നതാണ്. ഈ പരിപാടികൾ പൂർത്തിയായതിനു ശേഷം സെൻസസ് നടപടികൾ ആരംഭിക്കുന്നതാണ്. സെൻസസ് 2027 അതിന്റെ എല്ലാ പ്രാരംഭ പ്രവർത്തനങ്ങളും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ജില്ലാ സെൻസസ് ഓഫീസർ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു P. ജേക്കബ്. സെൻസസിനെ സംബന്ധിച്ചിടത്തോളം എറണാകുളം ജില്ല പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ ബഹുമാനിയ ഡിസ്ട്രിക്ട് കളക്ടറാണ്. അഡീഷണൽ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ സെക്രട്ടറിയാണ്. പിന്നെ ഡിസ്ട്രിക്ട് സെൻസസ് ഓഫീസർ ADM ആൻഡ് ഡെപ്യൂട്ടി കളക്ടർ ജനറലും. സബ് ഡിവിഷനിൽ 2 സബ് ഡിവിഷൻ സെൻസസ് ഓഫീസേഴ്സ് ആണുള്ളത്. ഒന്ന് സബ് കളക്ടർ ഫോർട്ട് കൊച്ചിയും RDO മൂവാറ്റുപുഴയും. ഈ പ്രവർത്തനങ്ങളിൽ ഇവരെ കൂടാതെ അഡീഷണൽ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് സെൻസസ് ഓഫീസേഴ്സായി ജോയിന്റ് ഡയറക്ടർ
LSTD, Deputy Director of Education, Deputy Director Economics and Statistics, District Planning Officer, District Informatics Officer, District Information Officer, District Project Manager, IT മിഷൻ എന്നിവരും ഉണ്ട്. ഈ സെൻസസ് ഓപ്പറേഷൻസിന്റെ നല്ല രീതിയിലുള്ള നടത്തിപ്പിന് വേണ്ടി ചാർജസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അർബൻ ചാർജ് ഓഫീസറായിട്ട് 3 ചാർജായിട്ട് കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷനെ മാത്രം തിരിച്ച് ചാർജ് ഓഫീസേഴ്സ് ഉണ്ട്. ഇത് കൂടാതെ 13 മുനിസിപ്പൽ സെക്രട്ടറിമാരും ഉണ്ട്. അപ്പൊ 13 + 3 16 ചാർജസ് ആയിട്ട് അർബൻ ചാർജിനെ തിരിച്ചിരിക്കുകയാണ്. റൂറൽ ചാർജ് ഓഫീസേഴ്സ് ആയിട്ട് 7 തഹസിൽദാറും ഉള്ളതാകും റൂറൽ ഏരിയ. ഇതിനെ സംബന്ധിച്ച് ട്രെയിനിങ് ഷെഡ്യൂളുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഡിസ്ട്രിക്ട് ആൻഡ് ചാർജ് സെൻസസ് ഓഫീസേഴ്സിന് 20 തൊട്ട് 25 ഏപ്രിൽ വരെ അതിന്റെ ട്രെയിനിങ് നടന്നു കഴിഞ്ഞു. ഇനി മാസ്റ്റർ ട്രെയിനർമാരുടെ ട്രെയിനിങ് ആണ്. അത് 6-ാം തീയതി മെയ് തൊട്ട്, ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ തൊട്ട് 9th മെയ് 4 മാസ്റ്റർ ട്രെയിനേഴ്സ് ട്രെയിനിങ് നടക്കുകയാണ്. ട്രെയിനിങ് ഷെഡ്യൂൾഡ് ഫോർ ഫീൽഡ് ട്രെയിനേഴ്സ് ഉണ്ട്. അത് 18 മെയ് ടു 25 മെയ് 3 ബാച്ചസ് ആയിട്ട് 118 ഫീൽഡ് ട്രെയിനേഴ്സിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കും. എന്യൂമറേറ്റേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ചാർജ് ലെവലിൽ 28/5/2026 മുതൽ 23/6/2027 വരെയാണ് ട്രെയിനിങ് നടക്കുന്നത്. 2 ഘട്ടമായിട്ടാണ് സെൻസസ് നടക്കുന്നത്. ഒന്ന് സെൻസസ് പ്രാഥമിക ഘട്ടം, ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്ക്. അത് തിരിച്ച് ആദ്യ ഘട്ടമായിട്ട് നടക്കുന്നത്. അത് 1/7/2026 മുതൽ 30/7/2026 വരെയാണ്. ഈ സെൽഫ് എന്യൂമറേഷന് അവസരമുണ്ട്. അത് നമ്മുടെ സെൽഫോൺ മുഖാന്തരം ആപ്പുണ്ട്. ആപ്പ് മുഖാന്തരം ആണ് ചെയ്യുന്നത്. 15 ദിവസം 16/6 തൊട്ട് 30/6 വരെയാണ്. സെൻസസിന്റെ അടുത്ത ഘട്ടം, 2ാം ഘട്ടം പോപ്പുലേഷൻ എന്യൂമറേഷൻ ആണ്. അത് ഫെബ്രുവരി 2027 സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഈ സെൻസസിന്റെ പ്രവർത്തനങ്ങളിൽ എന്യൂമറേറ്റേഴ്സുമായിട്ടും മറ്റ് ഉദ്യോഗസ്ഥരുമായിട്ടും എല്ലാ പൊതുജനങ്ങളും സഹകരിക്കണമെന്നും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഈ ബൃഹത്തായ ഈ പദ്ധതി വിജയിപ്പിക്കാൻ എല്ലാ സഹകരണങ്ങളും നൽകണമെന്നും ഡിസ്ട്രിക്ട് സെൻസസ് ഓഫീസർ എന്ന നിലയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരു രാജ്യത്തെ ജനസംഖ്യയെക്കുറിച്ചും മറ്റും കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനുമുള്ള വ്യവസ്ഥാപിതമായ പ്രക്രിയയാണ് സെൻസസ്. സർക്കാരിന്റെ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനും വിഭവങ്ങൾ കൃത്യമായി വിതരണം ചെയ്യുന്നതിനും സെൻസസ് ഡാറ്റ അനിവാര്യമാണ്. അതുകൊണ്ടുതന്നെ യഥാതഥമായ വിവരങ്ങൾ സമർപ്പിച്ച് സെൻസസ് 2027 വിജയിപ്പിക്കാൻ നമുക്കോരോരുത്തർക്കും ബാധ്യതയുണ്ട്. നിർവഹണം റിയ. സഹായം TP വിവേക്. സമകാലികം.